Morning current affairs Tuesday November 19. ഈ ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് വിന്റർ സെഷൻ ഓഫ് പാർലമെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതാണ് പാർലമെന്റ് വിന്റർ സെഷൻ നവംബർ 18 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ നവംബർ 18 വിന്റർ സെഷൻ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഈ ലോക്സഭയിലെ കോൺഗ്രസിന്റെ ലീഡറാണ് ആധിർ രഞ്ജൻ ചൗധരി. ലോക്സഭയുടെ കോൺഗ്രസിന്റെ ലീഡർ. ഓപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. ഓപ്പോസിഷൻ ലീഡർ സ്റ്റാറ്റസ് ലോക്സഭയിൽ ആർക്കും ഇല്ല. കാര്യം 10% സീറ്റ്സ് മിനിമം ഓപ്പോസിഷൻ പാർട്ടി വിൻ ചെയ്തിരിക്കണം. ലോക്സഭയിലെ ടോട്ടൽ സ്ട്രെങ്ത് 540 ആണ്. അപ്പൊ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 54 ആണ്. അത് കോൺഗ്രസ് വിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഓപ്പോസിഷൻ ലീഡർ ഇല്ലാത്തത്. രാജ്യസഭയിലുണ്ട്. അത് ഗുലാം നബി ആസാദ് ആണ്. ഗുലാം നബി ആസാദ്. പ്രൈം മിനിസ്റ്ററിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന എലീറ്റ് ഫോഴ്സ് ആണ് SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അതെല്ലാവർക്കും അറിയാം. പിന്നെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രഹ്ലാദ് ജോഷി. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രഹ്ലാദ് ജോഷി. പിന്നീട് ഇന്നലെ തുടങ്ങിയ പാർലമെന്ററി സെഷന്റെ പ്രത്യേകത ഉണ്ട്. രാജ്യസഭയെ സംബന്ധിച്ച് രാജ്യസഭയുടെ 250th സെഷൻ ആയിരുന്നു. രാജ്യസഭയുടെ 250th സെഷനാണ് ഈ വിന്റർ സെഷൻ ഓഫ് പാർലമെന്റ്. രാജ്യസഭ തുടങ്ങി തൊട്ട് ഇന്ന് വരെ 250 സെഷൻസ് ആയിട്ടുണ്ട് രാജ്യസഭയിൽ. അപ്പം അതൊക്കെയാണ് ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ എന്ന് പറയുന്നത്. ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് പേജിൽ അണ്ടർ 17 ഫിഫ വേൾഡ് കപ്പിന്റെ ന്യൂസ് ആണുള്ളത്. അണ്ടർ 17 ഫിഫ വേൾഡ് കപ്പ് ബ്രസീൽ വിൻ ചെയ്തു. ബ്രസീലിയയിൽ വെച്ചാണ് നടന്നത്. ബ്രസീലിന്റെ ക്യാപിറ്റലായ ബ്രസീലിൽ വെച്ച് നടന്ന അണ്ടർ 17 ഫിഫ വേൾഡ് കപ്പ് ടൂർണമെന്റ് വിൻ ചെയ്തിരിക്കുന്നു ബ്രസീൽ. അതൊരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ നടന്നു. ആ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരങ്ങള് സ്പോർട്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കിരൺ റിജ്ജു ഫെലിസിറ്റേറ്റ് ചെയ്യുന്ന ഫോട്ടോയും ഉണ്ട്. അപ്പൊ കിരൺ റിജ്ജു ആണ് ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്റർ. പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നത് ദുബായിലാണ്. ദുബായ്. പിന്നീട് ഇന്നത്തെ പത്രത്തിൽ മാർക്ക് മാർക്വസിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. മാർക്ക് മാർക്വസ് മോട്ടോ GPയിലെ ചാമ്പ്യൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 വീലർ റേസിംഗിലെ വേൾഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് മോട്ടോ GP എന്ന് പറയുന്നത്. മോട്ടോ GPയുടെ ഇപ്പോഴത്തെ ചാമ്പ്യൻ മാർക്ക് മാർക്വസ് ആണ്. പിന്നീട് അത് കഴിഞ്ഞ് അകത്തെ പേജിലേക്ക് നമ്മൾ പോകുന്നു. അകത്തെ പേജിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റന്റെ ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ് സുനിൽ ഛേത്രി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഇന്ത്യയുടെ ബെസ്റ്റ് ഫുട്ബോളറും സുനിൽ ഛേത്രിയാണ്. CHHETRI സുനിൽ ഛേത്രി. പിന്നീട് ATP ഫൈനൽസിന്റെ കഴിഞ്ഞു ഇന്നലെ. ATP ഫൈനൽസിന്റെ പിന്നീട് ഇപ്പൊ ലണ്ടനിൽ വെച്ചാണ് നടന്നത്. ഈ ലണ്ടനിൽ വെച്ച് നടന്ന ATP ഫൈനൽസിന്റെ പിന്നീട് ഫൈനൽ മാച്ച് വാസ് ബിറ്റ്വീൻ ഡൊമിനിക് തീം ആൻഡ് സ്റ്റെഫാനോസ് സിറ്റ്സിപ്പാസ്. അത് ഫൈനലിൽ ചാമ്പ്യൻ ആയത് സ്റ്റെഫാനോസ് സിറ്റ്സിപ്പാസ് ആണ്. സ്റ്റെഫാനോസ് STAFNOS സ്റ്റെഫാനോസ് സിറ്റ്സിപ്പാസ് TSIPAS ബ്രസീലുകാരനാണ്. അപ്പൊ ബ്രസീലല്ല ഗ്രീസുകാരനാണ്. ഗ്രീക്കുകാരനായ സ്റ്റെഫാനോ സിറ്റ്സിപ്പാസ് ആണ് പുതിയ ATP ഫൈനൽസ് ചാമ്പ്യൻ. അപ്പൊ അത് കഴിഞ്ഞു. തോൽപ്പിച്ചത് ഡൊമിനിക് തീമിന്. പിന്നീട് BCCയുടെ ഓംബുഡ്സ്മാന്റെ പേര് അറിഞ്ഞിരിക്കുക. BCCയുടെ ഓംബുഡ്സ്മാൻ DK ജെയിൻ ആണ്. DK ജെയിൻ. BCC ഓംബുഡ്സ്മാൻ DK ജെയിൻ. അത് കഴിഞ്ഞ് അകത്തെ പേജിലേക്ക് പോകുമ്പോൾ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് ന്യൂസ് പേപ്പറിൽ പറയുന്നുണ്ട്. തൽക്കാലം അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ഇന്ത്യയിൽ 2016 നിലവിൽ വന്നൊരു നിയമമാണ്. കിട്ടാക്കടങ്ങൾ ബിഗ് കോർപ്പറേറ്റുകള് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാതിരുന്നാൽ ആ കിട്ടാക്കടങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള നിയമങ്ങൾ പലതും ഇന്ത്യയിൽ അപര്യാപ്തമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഈ കിട്ടാക്കടകൾ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു നിയമമാണ് IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ന്യൂസ് എനിക്ക് പറയാനുണ്ട്. അത് അടുത്ത ന്യൂസ് പേപ്പറിൽ പറയാം. പിന്നീട് അതുപോലെ ഈ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമ കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. അതിന്റെ കോ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് GV പ്രസാദ്. അതിന്റെ കോ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും GV പ്രസാദ് ആണ്. ജെഫ് ബീസോസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. വേൾഡിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനിയായ ആമസോണിന്റെ ഫൗണ്ടർ, അതിന്റെ ചെയർമാൻ ജെഫ് ബിസോസ്. JEFFBEZOS. ജെഫ് ബിസോസ് വേൾഡിലെ സെക്കൻഡ് റിച്ചസ്റ്റ് മാൻ ആണ്. റിച്ചസ്റ്റ് മാൻ ബിൽ ഗേറ്റ്സ് ആണ്. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ ആണ് ബിൽ ഗേറ്റ്സ്. അതുപോലെ സാറ്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. സാറ്റ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. സാറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ്.
ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് റെഗുലേറ്റർ അല്ല. ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് റെഗുലേറ്റർ സെബി ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ റെഗുലേറ്റർ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ മുകളിൽ ഒരു കോടതിയുണ്ട്, ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമുള്ള കോർട്ട്. അതിനാണ് അത്തരത്തിലുള്ള സ്പെഷ്യൽ കോർട്ടുകളാണ് നമ്മൾ ട്രൈബ്യൂണൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രൈബ്യൂണലാണ് സാറ്റ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. പിന്നീട് സൗമ്യകാന്തി ഘോഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്കണോമിസ്റ്റ്, അദ്ദേഹത്തിനെ കുറിച്ചാണ് ന്യൂസ് ഉണ്ട്. സൗമ്യകാന്തി ഘോഷ്, ചീഫ് എക്കണോമിസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IT സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ കർണാടകയാണ്. ഇന്ത്യയുടെ IT ഹബ് എന്നറിയപ്പെടുന്ന കർണാടകത്തിലെ ബംഗളൂരു ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നീട് അത് കഴിഞ്ഞ് അതിനടുത്ത പേജ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ പ്രസിഡന്റ് ശ്രീലങ്ക ഗോതബായ രാജപക്സെയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. GOTABAYA. അതെന്തായാലും കുറച്ച് ദിവസം ഇനി കാണും. ശ്രീലങ്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞുള്ളൂ. അപ്പൊ ഗോതബായ രാജപക്സ ആണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ്, GOTABAYA. പിന്നെ മൈക്ക് പോംപിയോ, US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മളെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്ന പോലെയാണ് US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ മൈക്ക് പോംപിയോ അഡ്വൈസ് ചെയ്തിരിക്കുന്നു ഗോതബായ രാജപക്സ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റിന് ടു അപ്ഹോൾഡ് ഹ്യൂമൻ റൈറ്റ്സ്. കാര്യം ഈ ഗോതബായ രാജപക്സയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ആണ് ഈ LTT വാറിന്റെ സമയത്ത് പുള്ളിയായിരുന്നു അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് തമിഴ് പീപ്പിളിന് അഗേൻസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ള ആളാണെന്ന അലിഗേഷൻ ഇയാൾക്ക് അഗേൻസ്റ്റ് ആയിട്ടുണ്ട് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അഗേൻസ്റ്റ് ആയിട്ട്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നാഷണൽ പേജാണ്, 10th പേജിൽ ഇലക്ട്രൽ ബോൺസിനെ കുറിച്ച് റെഫറൻസ് ഉണ്ട്. ഇലക്ട്രൽ ബോൺസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ചസിൽ നിന്ന് മാത്രം വാങ്ങാൻ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ബോൺസ് ആണ് ഇലക്ട്രൽ ബോൺസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമേ വാങ്ങാൻ കിട്ടൂ. ഇത് ഇലക്ഷൻ ഫണ്ടിങ് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ചെയ്യാൻ, ഏതെങ്കിലും പാർട്ടികൾക്ക് എനിക്കിപ്പോ ഫണ്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ SBI നിന്ന് ഈ ബോണ്ട് വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ പേരിൽ അത് കൊടുക്കാം. ആ പാർട്ടി ഈ ബോണ്ട് എൻകാഷ് ചെയ്യണം. ഒരു വിത്തിൻ 15 days ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിനെയാണ് പിന്നീട് ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ രാജ്യസഭയുടെ ചെയർമാൻ വെങ്കയ്യ നായിഡു, രാജ്യസഭയുടെ ചെയർമാൻ. അതുപോലെ ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ ഈ പാർലമെന്ററി സെഷനിൽ കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന അവിടുത്തെ മൈനോറിറ്റീസ്, അതായത് അവിടുത്തെ മൈനോറിറ്റീസ് ആണ് ഹിന്ദുസ്, സിഖുകാർ, ക്രിസ്ത്യൻസ്, ബുദ്ധമതക്കാർ, പാഴ്സികൾ ആൻഡ് ജൈനമതക്കാർ. ഇവര് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്നതിന്, സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനായിട്ടുള്ളതാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ. പിന്നീട് സിയാച്ചിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സിയാച്ചിനിൽ ഇന്നലെ അവലാഞ്ച് ഉണ്ടായി. അവലാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് സിയാച്ചിനിലെ മഞ്ഞിടിഞ്ഞ് വീണ് 6ഓളം പേര് മരിച്ചു എന്നൊരു ന്യൂസ് ഉണ്ട്. സിയാച്ചിൻ എന്ന് പറയുന്നത് വേൾഡിലെ ഹയസ്റ്റ് വാർ പോയിന്റ് ആണ്. വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിലുള്ള വാർ പോയിന്റ് ആണ് സിയാച്ചിൻ. അതുപോലെ ഇന്ത്യയുടെ 47th ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് ശരത് അരവിന്ദ് ബോബ്ഡെ സത്യപ്രതിജ്ഞ രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ പ്രസിഡന്റിന് മുന്നിൽ ചൊല്ലുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവിന്റെ 11th പേജില്. അപ്പോ ഇന്ത്യയുടെ 47th ചീഫ് ജസ്റ്റിസ് ആയിട്ട് ശരത് അരവിന്ദ് ബോബ്ഡെ അധികാരമേൽക്കുന്നു. ഓത്ത് ടേക്കിംഗ് ചെയ്തു കൊടുക്കുന്ന പ്രസിഡന്റ് ആണ്. ആ ഫോട്ടോ ആണുള്ളത്. പിന്നീട് KP ശർമ്മ ഒലി, നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് KP ശർമ്മ ഒലി. നേപ്പാളിന്റെ അംബാസഡർ ടു ഇന്ത്യ നീലാംബർ ആചാര്യ, നേപ്പാൾ അംബാസഡർ ടു ഇന്ത്യ നീലാംബർ NILAMBAR നീലാംബർ ആചാര്യ. ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ വിജയ് ഗോഖലെ. നേപ്പാളും ഇന്ത്യയും തമ്മിൽ വലിയ ബൗണ്ടറി ഇഷ്യൂസോ ഒന്നും ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളല്ല. പക്ഷെ നേപ്പാളിൽ മാവോയിസ്റ്റുകൾക്ക് പ്രാധാന്യമുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം ചൈനയുടെ കൺട്രോൾ നേപ്പാളിൽ കൂടി, ചൈനയുടെ ഇൻഫ്ലുവൻസ് നേപ്പാളിൽ കൂടി, ചൈനയുടെ താല്പര്യത്തിൽ നേപ്പാൾ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി കഴിയുകയും ചെയ്തു. നേപ്പാളിലെ ഗവൺമെന്റ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകൾക്ക് പ്രാമുഖ്യമുള്ള ഒരു ഗവൺമെന്റ് ആണ്. അപ്പൊ തന്നെ ഇപ്പൊ ഒരു പുതിയ ബൗണ്ടറി ഇഷ്യൂ വന്നേക്കാണ്. കാലാപാനി എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഈ കാലാപാനി റീജിയൻ ഇന്ത്യയുടേതാണെന്നാണ് ഇന്ത്യ ഉണ്ടായ കാലം തൊട്ടേ അങ്ങനെയാണ്. അത് ഉത്തരാഖണ്ഡിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ മാപ്പിൽ കാണിക്കുന്നത്. അത് നേപ്പാളിന്റെ ഭാഗമാണ് എന്നുള്ള പേരിൽ വലിയ ഇഷ്യൂ ഇപ്പൊ നേപ്പാൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ ബൗണ്ടറി ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലം. ഇത്രയും കാലം നേപ്പാളുമായിട്ട് ഇന്ത്യക്ക് ഒരു ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഇല്ലാതിരുന്നതാണ്. പിന്നീട് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ റോങ് സിഗ്നൽസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ റോങ് സിഗ്നൽസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ തമിഴ്നാട്ടില് പണ്ട് നടന്ന ഒരു ദളിത്
മർഡർ, ഒരു 6ഓളം ദളിത് ആൾക്കാരെ കില്ല് ചെയ്തിരുന്നു. ഒരു പർട്ടിക്കുലർ ഡോമിനന്റ് കാസ്റ്റിലുള്ള തമിഴ്നാട്ടിലെ മധുരയിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ദളിത് ആയിട്ടുള്ള ആൾക്കാരെ കില്ല് ചെയ്തിരുന്നു. ആ കില്ല് ചെയ്ത പ്രതികളെ ജയിലിലായിരുന്നു. ആ ജയിലിലുള്ള പ്രതികളെ പുറത്തു വിട്ടു. ഇപ്പൊ തമിഴ്നാട്ടിലെ ഗവർണർ പുള്ളിയുടെ ആർട്ടിക്കിൾ 161 പിന്നീട് പാർഡനിങ് പവർ ഓഫ് ഗവർണർ ഉപയോഗിച്ച്. അപ്പം അത് വലിയൊരു ഇഷ്യൂ ആയി. അത് ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വലിയൊരു വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. പക്ഷെ ആ ഫസ്റ്റ് എഡിറ്റോറിയൽ നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ട ഒരു എഡിറ്റോറിയലാണ്. സെക്കൻഡ് എഡിറ്റോറിയൽ നമുക്ക് ബാങ്ക് ടെസ്റ്റും ഒക്കെ എഴുതുന്നവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എ പ്രസിഡന്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എ പ്രസിഡന്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്ന് വെച്ചാല് അത് ഞാൻ ഇനി നെക്സ്റ്റ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന ന്യൂസിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉടനെ ഇപ്പോൾ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ഇന്ത്യയിൽ നിലവിൽ വന്നത് തന്നെ ബിഗ് കോർപ്പറേറ്റുകളുടെ വലിയ ലോണുകൾ തിരിച്ചടയ്ക്കാതെ അവർ പലപ്പോഴും ഇന്ത്യയിലെ നിയമങ്ങളിലെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. ആ നിയമത്തിന്റെ ഏറ്റവും വലിയ വിജയം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യയിലുണ്ടായി. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഒരു ഡിസിഷൻ അപ്ഹോൾഡ് ചെയ്തു. എന്ത് ഡിസിഷൻ എന്ന് വെച്ചാൽ SR സ്റ്റീൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനി ഉണ്ടായിരുന്നു. SR സ്റ്റീൽ, SR സ്റ്റീൽ കമ്പനി എന്ത് ചെയ്യുന്ന വെച്ചാൽ 50,000 കോടിയോളം രൂപ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് പല ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്തിട്ട്, അതിൽ ഏറ്റവും വലിയ ലീഡ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അവർക്ക് മാത്രം 12,000 കോടിയിൽ കൂടുതൽ കൊടുക്കാണ്ടായിരുന്നു. എല്ലാം കൂടി ചേർത്ത് ഏകദേശം 50,000 കോടിയോളം രൂപ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിട്ട് കൊടുക്കാതെ പറ്റിക്കാൻ നോക്കി. അപ്പൊ ഇത് വലിയ ഒരു സ്ട്രെസ് ആണ് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ സൃഷ്ടിച്ചത്. അപ്പോഴത്തേക്കാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 നിയമം വരുന്നത്. ഈ നിയമം ഉപയോഗിച്ച് NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലില് ഈ കേസ് വിചാരണ ചെയ്യുകയും ഇതിന്റെ റെസൊല്യൂഷൻ ഫാസ്റ്റ് ആയിട്ട് നടത്തുകയും ആഴ്സലോർ മിത്തൽ എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിക്ക് SR സ്റ്റീലിനെ വാങ്ങുന്നതിനുള്ള അവസരം അവിടെ ഒരുങ്ങുകയും ചെയ്തു. അപ്പോൾ SR സ്റ്റീൽ എന്ന് പറയുന്നത് ആഴ്സലോർ മിത്തൽ എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനി ഇന്ത്യക്കാരന്റെ തന്നെയാണ്. ലക്ഷ്മി മിത്തൽ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ് വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡ്യൂസറായ ആഴ്സലോർ മിത്തലിന്റെ ഉടമ. അപ്പൊ 42,000 സംതിങ് ക്രോഡ്സിനാണ് ഈ SR സ്റ്റീലിന് ആഴ്സലോർ മിത്തലിന് വാങ്ങാൻ പറ്റിയത്. അപ്പം ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഒരു 8,000 കോടിയോളം രൂപ കളക്റ്റീവ്ലി നഷ്ടപ്പെട്ടെങ്കിലും ഏകദേശം 90% പൈസയും തിരിച്ചു കിട്ടി. അത് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു വലിയ ബിഗ് കോർപ്പറേറ്റ് ഡിഫോൾട്ടറിന്റെ പൈസ ഏകദേശം 90% അവസാനം തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്. ഇത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞ നിയമത്തിന് വലിയ വിജയമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇന്നത്തെ ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സിനെ കുറിച്ച്, അത് വായിച്ചാൽ IBCയെ കുറിച്ചും IBCയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രൊവിഷൻസിനെ കുറിച്ചും വളരെ ഒരു ഫെയർ ഐഡിയ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ക്ലിയർ ഐഡിയ, ഫെയർ ഐഡിയക്ക് അപ്പുറം ക്ലിയർ ഐഡിയ നമുക്ക് എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് എല്ലാവരും അത് വായിച്ചിരിക്കണം. അത് ആണ് ഇന്നത്തെ ഹിന്ദുവിലെ രണ്ടാമത്തെ എഡിറ്റോറിയൽ. പിന്നെ ഷിൻസോ അബെ ജപ്പാന്റെ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്ററായി മാറാൻ പോകുന്നു. ഷിൻസോ അബെ ജപ്പാന്റെ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്ററായി മാറാൻ പോകുന്നു. ഷിൻസോ അബെ, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഷിൻസോ അബെയാണ് ജപ്പാന്റെ ഹിസ്റ്ററിലെ ഏറ്റവും ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ. ഇപ്പോ അദ്ദേഹം ആയി മാറാൻ പോവുകയാണ്. NFHSന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, NFHS നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. ഇപ്പൊ ബ്രിക്സ് സമ്മിറ്റ് നടന്ന ബ്രസീലിയയിൽ വെച്ചാണ്, ബ്രസീലിന്റെ ക്യാപിറ്റലായ ബ്രസീലിയയിൽ വെച്ചാണ് ഇപ്പൊ ബ്രിക്സ് സമ്മിറ്റ് നടന്നത്. പിന്നീട് ഒരു സ്കീമിനെ കുറിച്ചാണ് അടുത്ത പേജിൽ ഒരു ന്യൂസ് ഉള്ളത്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, PMMVY, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. 6,000 രൂപ ക്യാഷ് സപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രഗ്നന്റ് ലേഡീസിനും 6,000 രൂപ ക്യാഷ് സപ്പോർട്ട് കൊടുക്കുന്ന 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 2,000 റുപ്പീസ് വെച്ചതാണ്. അത് ഈ ഇത്തരത്തിലുള്ള BPL ഫാമിലീസിലൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ ഗുണകരമാണ്. പക്ഷെ എനിക്കൊന്ന് APL BPL വ്യത്യാസമൊന്നുമില്ല അങ്ങനെ കൊടുക്കുന്നതിൽ. ഇപ്പൊ എന്തായാലും PMMVY സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് അറിഞ്ഞിരിക്കുക. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അതുപോലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു മാസക്കർ ആയിരുന്നു ജാലിയൻ വാലാബാഗ് മാസക്കർ എന്ന് പറയുന്ന സംഭവം. അത് നടന്നതിന്റെ 100th ആനിവേഴ്സറി ആണ്. ഇപ്പൊ 1919 നടന്നത്. ഇപ്പൊ 2019 ആണ് 100th ആനിവേഴ്സറി ഓഫ് ജാലിയൻ വാലാബാഗ് മാസക്കർ. 1919 ജാലിയൻ വാലാബാഗ് നടന്നത്.
അതുപോലെ വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ ഇന്ത്യയിൽ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കൊളോണിയൽ റൂളിന്റെ സമയത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. അതെവിടെയാണ് നടന്നിരിക്കുന്നത്? അത് കൊൽക്കത്തയിലാണ്. വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ, കൊൽക്കത്ത. പിന്നെ നമ്മൾ സാറ്റർഡേയിലെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ സാറ്റർഡേയിലെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഞാൻ ഈ പറഞ്ഞ ആർസെലോർമിത്തലിന്റെ ടേക്ക് ഓവർ ഓഫ് എസ്ആർ സ്റ്റീൽ സുപ്രീം കോടതി ക്ലിയർ ചെയ്തെന്നാണ്. ഇത് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന സംഭവത്തിന്റെ പ്രത്യേകത, ഈ ഏതെങ്കിലും വലിയ കോർപ്പറേറ്റുകൾ ഈ ബാങ്ക് ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ വൈകിയാൽ 330 ഡേയ്സിനകത്ത് വെച്ച് റെസൊല്യൂഷൻ പ്ലാൻ ഉണ്ടാക്കണമെന്നാണ്. 330 ദിവസത്തിനകം. ഈ 330 ദിവസത്തിനകം ഇത് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിന്റെ അണ്ടറിൽ ഈ കേസ് NCLT-യിൽ പോകും, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. അവിടെ വെച്ച് മിക്കവാറും ഈ കമ്പനിയെ ഓപ്ഷൻ ചെയ്യും. ഓപ്ഷൻ ചെയ്യുമ്പോൾ, ലേലം ചെയ്യുമ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇത് ടേക്ക് ഓവർ ചെയ്യും. അപ്പൊ ഇതുപോലെ ഈ പൈസ തിരിച്ചു കിട്ടും. ആ തിരിച്ചു കിട്ടുന്ന പൈസ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള ബാങ്കുകൾക്കാണ് കൊടുക്കുന്നത്, ഈ പുതുതായിട്ട് ഈ കമ്പനി വാങ്ങുന്ന ആൾക്കാര്. അപ്പൊ അങ്ങനെ ബാങ്കുകൾക്ക് പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ 42,000 ക്രോഡ്സോളാണ് ഇപ്പൊ എസ്ആർ സ്റ്റീലിൽ നിന്ന് ആർസെലോർമിത്തൽ വാങ്ങുമ്പോൾ ഇന്ത്യൻ ബാങ്കുകൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എസ്ആർ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനി അതിന്റെ ഓണേഴ്സിന് നഷ്ടപ്പെടുകയാണ്. ഇതുപോലെയാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ ഓരോ റെസൊല്യൂഷനും നടക്കാൻ പോകുന്നത്. കമ്പനീസിന്റെ ഓണേഴ്സിന് ബാങ്കിൽ പൈസ തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ 330 ദിവസത്തിനകത്ത് വെച്ച് അത് ഡിഫോൾട്ട് ആയതിനു ശേഷം 330 ദിവസത്തിനകത്ത് 330 ഡേയ്സിനകത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ ആ കമ്പനി തന്നെ അവർക്ക് നഷ്ടപ്പെടും. മറ്റൊരാൾ അത് വാങ്ങും. അവര് ഈ പൈസ ബാങ്കിനായിരിക്കും അടയ്ക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ 12,000 കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രം കിട്ടാൻ പോവുകയാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ എല്ലാത്തിനെയും പ്രോഫിറ്റബിലിറ്റി കൂട്ടുന്ന ഒരു സംഭവമാണ് ആർസെലോർമിത്തൽ ടേക്ക് ഓവർ, എസ്ആർ സ്റ്റീൽ ടേക്ക് ഓവർ ബൈ ആർസെലോർമിത്തൽ. ഇനിയും ഒത്തിരി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പ്രൊസീഡിങ്സ് ഇപ്പോൾ പല NCLT കോർട്ടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ NCLT-യിലെ ഡിസിഷന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ പോവാം നഷ്ടപ്പെടുന്ന കമ്പനിയുടെ ഓണറിന്. അത് NCLAT-യിലാണ്, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അവിടെയും നമുക്ക് റിലീഫ് കിട്ടില്ലെന്ന് തോന്നിയാൽ സുപ്രീം കോടതിയിലും പോവാം. പക്ഷെ സുപ്രീം കോടതി എന്തായാലും ബാങ്കുകൾക്ക് ഇങ്ങനെ ചെയ്യുന്ന കമ്പനിക്ക് അനുകൂലമായിട്ട് വിധി വരാൻ സാധ്യതയില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. അപ്പൊ അത് വലിയ ന്യൂസാണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലൊക്കെ വായിക്കുക. അപ്പം അതൊരു ന്യൂസാണ്. പിന്നീട് ഇന്ത്യയുടെ വിമൻ ക്രിക്കറ്റ് ടീം വെസ്റ്റ് ഇൻഡീസിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള T20 ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് വിൻ ചെയ്തു. വെസ്റ്റ് ഇൻഡീസിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള T20 ഇന്റർനാഷണൽ ക്രിക്കറ്റ് സീരീസ് ഇന്ത്യയുടെ വിമൻ ക്രിക്കറ്റ് ടീം വിൻ ചെയ്തു. പിന്നീട് COCയുടെ എക്സ്പാൻഷൻ നടന്നിരിക്കുക, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. അത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോ പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു കൺസോർഷ്യാണ് എസ്ആർ സ്റ്റീലിന് കടം കൊടുത്തതെന്ന് പറഞ്ഞു. അതുപോലെ ഒരു വലിയ 50,000 കോടിയിലേക്ക് ലോൺ വരെ ഒറ്റയ്ക്ക് ഒരു ബാങ്കിന് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ 10ഓളം ബാങ്കുകൾ ചേർന്ന ഒരു കൺസോർഷ്യം കൊടുക്കുന്നത്. അതിലൊരു ലീഡ് ബാങ്ക് ആണ്. അപ്പൊ അവരെയാണ് COC എന്ന് പറയുന്നത്, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. അറിഞ്ഞിരിക്കുക, COC, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. പിന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളെയും ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 അണ്ടറിൽ കൊണ്ടുവരാൻ പോകണമെന്നൊരു ന്യൂസ് ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് ഈ നിയമം ഉപയോഗിച്ചാണ്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 അതിന്റെ അണ്ടറിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇപ്പൊ ഇല്ല, അതിനെ കൂടെ കൊണ്ടുവരാൻ പോകണമെന്നാണ്. വളരെ നല്ല കാര്യം. കോപ്പറേറ്റീവ് ബാങ്കുകൾ പലതും തോന്നിയ പാടാണ് അവര് റെഗുലേഷൻ നടന്ന RBIയുടെ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റിന്റെ അണ്ടറിലാണ്. അപ്പൊ അവിടെ ഒരുപാട് കറപ്ഷൻസ് നടക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നല്ലതായിരിക്കും. പിന്നീട് ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അർജുൻ മുണ്ട, ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അർജുൻ മുണ്ടയാണ്. അർജുൻ മുണ്ട, MUNDA, അർജുൻ മുണ്ട. ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു NGO ആണ്, ഹ്യൂമൻ റൈറ്റ്സ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന, ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ ആ ഒരു സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ. GSP, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. GSP, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഇന്ത്യ ഉൾപ്പെടുന്ന കുറച്ച് രാജ്യങ്ങൾക്ക് തന്നിരുന്ന കുറെ കൺസെഷൻസ് ആണ് GSP അല്ലെങ്കിൽ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എന്നറിയപ്പെടുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA, ഇന്ത്യ ഉൾപ്പെടുന്ന കുറെ രാജ്യങ്ങൾക്ക് തന്നിരുന്ന ട്രേഡ് റിലേറ്റഡ് കൺസെഷൻസ്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇന്ത്യയുടെ നാഷണൽ ബ്രോഡ്കാസ്റ്ററായ പ്രസാർ ഭാരതിയുടെ CEO ശശിശേഖർ വെമ്പട്ടി, പ്രസാർ ഭാരതിയുടെ CEO. പിന്നീട് NEP, ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. NEP, ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അതുപോലെ
NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയാണ്. BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.